ഹലോ ഗായ്സ്, ഇപ്പോൾ ഞാനിത് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചുമയുടെ മരുന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മരുന്നല്ല, ഒരു കഷായം. അതായത് നമ്മൾ ആടലോടകത്തിൻ്റെ ഇല, അതാണ് മെയിൻ. വളരെ നല്ലതാണ്. ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ശ്വാസം മുട്ടിന്, ജലദോഷത്തിന്, മൂക്കൊലിപ്പിന്, അങ്ങനെ നമ്മുടെ കഫത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ രോഗങ്ങൾക്കും വളരെ ഉത്തമമാണ്, അത്യുത്തമമാണ് ആടലോടകത്തിൻ്റെ ഇല. പക്ഷേ അത് തന്നെ കഴിക്കുമ്പോൾ നല്ല കയ്പ്പാണ്. പിന്നെ കൂടെ വല്ല കൽക്കണ്ട, എന്തെങ്കിലും പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ സാധാരണ കൽക്കണ്ടോ വായിലിടുന്നത് കുടിച്ച് കഴിഞ്ഞിട്ട് കുട്ടികളാണെങ്കിൽ ഒട്ടും കുടിക്കാൻ കേൾക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പു, പിന്നെ തിപ്പലി ഇവിടെ വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ. അത് തിപ്പലി വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ മരുന്ന് കടയിലൊക്കെ. അതും നമ്മുടെ ജലദോഷത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ച് ഞാൻ ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് വെട്ടി തിളപ്പിക്കുകയാണ്. നന്നായി തിളയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വറ്റിക്കൊന്നും വേണ്ട. അപ്പോൾ അതായത് നാഴി വെള്ളം ഒഴിച്ചിട്ട് ഉരിയാക്കുക അങ്ങനെയൊക്കെ പറയുമല്ലോ, അതൊന്നും വേണ്ട. നമ്മളിത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുക. അതിലുള്ള സത്തൊക്കെ ഗ്രാമ്പൂവിൻ്റെയും ഇതിൻ്റെയും തിപ്പലിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ സത്ത് ഈ വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് മതിയായിരിക്കും. ഞാൻ ടൈം നോക്കിയില്ല. എന്നിട്ടിത് ചൂടോട് കൂടി വേണമെങ്കിൽ കുടിക്കാം. നല്ല ചുമയൊക്കെ ഉള്ളവർ ഇങ്ങനെ ആണെങ്കിൽ ഇത് ചൂടോട് കുടിച്ചാൽ നല്ല സുഖം കിട്ടും, നല്ല ആശ്വാസം കിട്ടും, സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരിത്തിരി തണുത്തതിന് ശേഷം കുടിക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തണുപ്പാറിയതിന് ശേഷം തേൻ ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്. അല്ലെങ്കിൽ കൽക്കണ്ടം വായിലിടാൻ കൊടുത്താൽ മതി, കൽക്കണ്ടം പൊടിച്ച് ചേർത്താലും മതി, എങ്ങനെ വേണമെങ്കിലും വേണ്ടില്ല. ഇത് നമ്മുടെ വയറ്റിലേക്ക് എത്തണം. ആടലോടകത്തിൻ്റെ ഈ നീരും ഇതെല്ലാം വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഞാനിത് കുറേ പ്രാവശ്യമായിട്ട് നോക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും വെള്ളം തിളച്ച് കഴിയുമ്പോൾ, കണ്ടില്ലേ? ഗ്രാമ്പൂവിൻ്റെയും തിപ്പലിയുടെയും ഒക്കെ കളറാണത്. ആടലോടകത്തിൻ്റെ മാത്രമാണെങ്കിൽ വലിയ കളറൊന്നും ഉണ്ടാവില്ല. ഇതാണിതാ കുരുമുളക്, ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, പിന്നെ തിപ്പലി ഇവിടെ ഉണ്ടായതാണ്. അത് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഴുക്കുമ്പോൾ അത് ഇങ്ങനെ കറുത്ത കളറാകുമ്പോൾ ഞാനതെടുത്ത് ഒരു കുപ്പിയിലാക്കി വെക്കും. എന്നിട്ട് അത് തിളയ്ക്കും. ഗ്രാമ്പൂ ഇവിടെ ഉണ്ടായത് തന്നെയാണ്, കുരുമുളകും ഇവിടെ ഉണ്ടായതാണ്, ആടലോടകം ഇവിടെ ഉണ്ട്. ഏലക്ക മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ഉള്ളത്, ബാക്കിയെല്ലാം എൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഈ കുട്ടി എടുത്തിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അലുമിനിയത്തിൻ്റെ ഇതിലൊന്നും വെക്കാൻ പാടില്ല. പിന്നെ മൺകലത്തിലാണ് ഏറ്റവും നല്ലത്. മൺകലത്തിലാകുമ്പോൾ അത് അതിൽ ഇരുന്നൊന്ന് വറ്റും ചെയ്യും. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടും നമുക്ക്. ഇതിൻ്റെ ഒന്നും കൂടി എഫക്റ്റീവ് ആവും. അപ്പോൾ എല്ലാവരും മൺചട്ടി, മൺകല അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്തത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അല്ലെങ്കിൽ വെള്ളം വെക്കണതോ അല്ലെങ്കിൽ കഷായത്തിനായിട്ട് ഒരു ചെറിയൊരു മൺകലം വാങ്ങിച്ചാലും മതി. എന്നിട്ട് അതിൽ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് എല്ലാം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതെങ്ങനത്തെ ഞാനൊരു കൽച്ചട്ടി മാറ്റിയാണ് വെച്ചത്. കല ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഈ കൽച്ചട്ടി മാതിരിയുള്ള ഇതിലാണ് വെച്ചത്. ഒരുപാട് ഉണ്ടാക്കണമൊന്നുമില്ല. ഞാനൊരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ കൽച്ചട്ടിയിലാക്കിയിട്ടാണ്, കൽച്ചട്ടിയല്ല ചീനച്ചട്ടി മാതിരത്തെ ആണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ മൺകലത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും ഉചിതം. അലുമിനിയത്തിലൊന്നും ഉണ്ടാക്കിയാൽ ഇതിന് ഗുണം അത്രയും കിട്ടില്ല, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇത് നല്ലോണം വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ല, അതാണ് കളർ, അതിൻ്റെ ആ കളറ് കിട്ടും. എന്നിട്ട് അത് ചൂടോടുകൂടി കുടിക്കുക. മറ്റത് ഞാൻ എപ്പോഴും എനിക്ക് ഈ അലർജിയാണ്. കാരണം പൊടിയൊക്കെ അങ്ങനെ തട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ മിറ്റടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ ചവറൊക്കെ അടിച്ച് തീയിട്ട് കഴിഞ്ഞാലൊക്കെ തുമ്മലാണ്. അത് മാത്രമല്ല, വല്ല തുണി കുറേ നാൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന തുണി നമ്മളത് എടുത്ത് അലമാരി ഒന്ന് പൊടി തട്ടി വയ്ക്കാമെന്നുണ്ടെങ്കിൽ അപ്പം തുടങ്ങും തുമ്മലും ജലദോഷവും. അതിനൊക്കെ നല്ലതാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെടുമല്ലോ. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.